ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. മിക്കവരും എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു ഞാൻ എങ്ങനെയാണ് ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യുന്ന വർക്കും ഇവിടുത്തെ സ്റ്റഡീസും പിള്ളേരും ഒക്കെ ആയിട്ട് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഇന്ന് എനിക്കൊരു വർക്കുള്ള ഡേ ആണ്. പൊതുവേ വർക്കുള്ള ഡേയ്സിൽ ഞാൻ 5 മണിക്കാണ് എഴുതിക്കാറുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കർ ബിരിയാണി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബിരിയാണി ഉണ്ടാക്കാനുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ബിരിയാണിയുടെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് വന്നപ്പോഴാണ് രണ്ടുപേരും നേരത്തെ എണീറ്റിട്ടുണ്ട്. നോർമലി ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയം ഇവർ നല്ല ഉറക്കത്തിലായിരിക്കും. പക്ഷേ ഇന്ന് ചേട്ടൻ നൈറ്റ് ഷിഫ്റ്റാണ്. ഞാൻ പോകുന്ന സമയത്ത് ചേട്ടൻ വന്ന് കയറി കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ പോകുന്നത്. ഇന്ന് രണ്ടുപേരും നേരത്തെ എണീറ്റ് സെറ്റാക്കിയിട്ടുണ്ട്. രണ്ടുപേരും കിടത്തിയിട്ട് ഞാൻ വീണ്ടും കുക്കർ ബിരിയാണിയുടെ പുറകെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഗൈസ്. ബിരിയാണിയുടെ സംഭവങ്ങളെല്ലാം കുക്കറിലേക്ക് ഫില്ല് ചെയ്തിട്ട് ഞാൻ ഇനി എൻ്റെ അടുത്ത പരിപാടികളിലേക്ക് കിടക്കാൻ പോവാണ്. ഇപ്പോൾ സമയം ഒരു 5:18 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി എല്ലാ കാര്യങ്ങളും ചെയ്ത് വരുമ്പോഴത്തേക്കും സംഭവം സെറ്റായിരിക്കും. ഒരു വീഡിയോ എടുത്താൽ പോലും അത് എഡിറ്റ് ചെയ്യാനോ ഉള്ള സമയമൊന്നും എനിക്ക് കിട്ടാറില്ല. കാരണം രാവിലെ ഒരു 6 മണിയാകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. 6 മണി അല്ലെങ്കിൽ 6:15 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. തിരിച്ച് ഒരു 5 മണി 5:15 സമയത്തായിരിക്കും തിരിച്ചെത്തുന്നത്. അപ്പം പിന്നെ ചേട്ടനെ നൈറ്റ് ഷിഫ്റ്റിന് പോകാനുള്ള തിരക്കിലും ഫുഡ് ഉണ്ടാക്കാനുള്ള തിരക്കിലും അടുത്ത ദിവസത്തേക്കുള്ള ഫുഡ് കറി എന്തെങ്കിലും വെച്ചിട്ടായിരിക്കും ഞാൻ കിടക്കുന്നത്. പിന്നെ കുക്കർ ബിരിയാണി ആയതുകൊണ്ട് ഒന്നും വെക്കാതാണ് കിടന്നത്. രാവിലെയാണ് എല്ലാം ശരിയാക്കി. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളായിട്ട് പുറകെ പോകാനുള്ള ഒരു സമയമോ അല്ലെങ്കിൽ ക്ഷീണം രണ്ടാമത്തെ പ്രശ്നമായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും നാൾ നമ്മൾ വീഡിയോ ലാഗായത്. ഇനിയിപ്പോൾ വീക്ക്ലി അല്ലെങ്കിൽ ട്വൈസ് എ വീക്കെങ്കിലും ചെയ്യണമെന്നുണ്ട് വീഡിയോ. എന്തായാലും എവിടെ വരെ പോകുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ വന്നതിന് ശേഷം ആഴ്ചയുടെ ഒരു ദിവസമൊക്കെ തല നനയ്ക്കാറുള്ളൂ. കാരണം എനിക്കിവിടെ മുടി കുളിച്ചത് ഭയങ്കര രൂക്ഷമായിട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തല കുളിക്കുന്നത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഉള്ളൂ. രാവിലെ ഇല്ല, വൈകുന്നേരങ്ങളിലായിരിക്കും മിക്കപ്പോഴും ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഡ്രസ്സൊക്കെ ചെയ്തു. ഇനി ഫേസ് ക്രീമും സൺസ്ക്രീമൊക്കെ അപ്ലൈ ചെയ്യുന്ന ഒരു ആചാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാമിലും അല്ലാതെ എനിക്ക് മെസ്സേജൊക്കെ ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്, എന്തായിരുന്നു ഇതിൻ്റെ പ്രൊസീജിയറൊക്കെ കാര്യങ്ങളും പറഞ്ഞുതരാമോ, ലോൺ എടുത്താണോ വന്നത്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് സെപ്പറേറ്റ് വീഡിയോ എടുക്കണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇവിടെ വർക്ക് ചെയ്തിട്ട് ഞങ്ങൾ 1 ഇയർ ആകുന്നു. അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ലോണൊന്നും എടുത്തല്ല, നമ്മുടെ കുറച്ച് സേവിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മാത്രം എടുത്താണ് വന്നത്. ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് ആ വീഡിയോയിൽ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യാനായിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇനി നമ്മൾ ഫുഡിൻ്റെ കാര്യങ്ങൾ, ഇപ്പോൾ കുക്കർ ബിരിയാണി ഏറെക്കുറെ സെറ്റായിട്ടിരിക്കുകയായിരിക്കും. ഇനി ചെന്നിട്ട് ഫുഡൊക്കെ എടുക്കുക, പോവുക. അപ്പോൾ ഈ സമയം കൊണ്ട് ചേട്ടൻ എത്തിയിട്ടുണ്ട്. പുള്ളിക്ക് ഞാൻ ചായയൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു. അത് കുടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ കിട്ടിയതിനോട് ബൈ പറഞ്ഞ് നമ്മൾ രാവിലെ ഇറങ്ങുകയാണ്. ഒരു 6:15 ആകുമ്പോൾ നമ്മൾ ഇറങ്ങും. ഇത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ എടുത്തതാണ്. വീട്ടിൽ ചരിഞ്ഞു പോയെടുത്തപ്പോൾ എന്നോട് ക്ഷമിക്കുക ഗൈസ്. ഇപ്പോൾ നടന്ന് ഞാൻ എൻ്റെ ലൈബ്രറിയുടെ അടുത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 6:22. അപ്പോൾ നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. ആ ബസ്സിലാണ് എനിക്ക് ഫസ്റ്റ് കയറേണ്ട ബസ് അതാണ്. ഇവിടുന്ന് ഇനി അടുത്തൊരു സ്റ്റേഷനിൽ പോയി ഇറങ്ങുക, അവിടെ നിന്ന് അടുത്ത ബസ് എടുക്കുക, നേരെ വർക്ക് പ്ലേസിൽ പോവാം. അപ്പോൾ ക്യൂവിലൊക്കെ വെയിറ്റ് ചെയ്ത് ഒരു 6:27 ആയപ്പോൾ ഞാൻ പതിയെ ബസ്സിലേക്ക് കയറുകയാണ്. ഇടയ്ക്ക് ഞാനൊരു വീഡിയോ എടുക്കാൻ മറന്നുപോയായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ നമ്മുടെ വർക്ക് പ്ലേസിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കൊളീഗ്സാണ്. ഇവർ 2 പേര്
നമ്മുടെ ഇന്ത്യൻസാണ്. ഒരാൾ രഞ്ജിത്ത് മലയാളിയാണ്, മറ്റേ ആൾ ബാലാജി തമിഴ്നാട്, ബാക്കി ഉണ്ടായിരുന്നവരൊക്കെ നേപ്പാളീസാണ്. അപ്പോൾ ഇവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 8:30 to 3 ആണ് നമ്മുടെ വർക്ക് ടൈം. ഇതിൻ്റെ ഇടയ്ക്ക് ബ്രേക്കൊക്കെ ഉണ്ട്, പക്ഷേ ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് തിരിച്ചിറങ്ങി ഞാൻ ബസ് കയറാൻ നിന്നപ്പോൾ എടുത്ത വീഡിയോ ആണ്. 3:17 3:18 ഒക്കെ ആകുമ്പോഴാണ് നമ്മുടെ ബസ് നമുക്ക് നോർമലി കിട്ടാറ്. അപ്പോൾ നമുക്കിനി ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. തിരിച്ച് ഞാൻ എത്തിയപ്പോഴത്തേക്കും ചേട്ടൻ പോയി രണ്ടുപേരെയും ഡേ കെയറിൽ നിന്ന് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ ചേട്ടൻ തന്നെയാണ് അവരെ കൊണ്ടാക്കിയിട്ട് പിന്നെ വന്ന് കിടന്നുറങ്ങും. എന്നിട്ടൊരു വിളിക്കുന്നത് ഒരു 5 മണിക്ക് ആകുമ്പോഴായിരിക്കും. അപ്പോഴത്തേക്കും ഞാനും എത്തും. പിന്നെ തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നിട്ട് വീട്ടിൽ തന്നെ ആയിരിക്കും കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഇന്ന് സൈക്ലിങ്ങിനൊക്കെ പോകണമെന്ന് വെച്ച് അങ്ങനെ അങ്ങ് പോയതാണ്. തൊട്ടടുത്ത് തന്നെ വഞ്ചിയുടെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ തന്നെയാണ് സൈക്ലിങ്ങിന് പോയത്. തിരിച്ച് വന്നതിന് ശേഷം നമ്മൾ ബസ്സിലൊക്കെ വെച്ച് കുറച്ച് നേരം ഗെയിമൊക്കെ കളിച്ചു. പിന്നെ നമ്മൾ അടുത്ത കലാപരിപാടിയിലേക്ക് കിടക്കുകയാണ്. രാത്രിയിലത്തേക്കുള്ള ഫുഡ്. ചേട്ടൻ നൈറ്റ് ഷിഫ്റ്റ് നോർമലി 10 to 6 ആണ്. അപ്പം ഇവിടെ ഒരു 9:30ക്കാണ് ബസ്. ഒരു 9:10 ആകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങും. എന്നിട്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഫുഡ് റെഡിയാക്കണമല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ തുടങ്ങി. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നാരങ്ങ വാങ്ങിച്ചു തരുന്നുണ്ടായിരുന്നു. കുറേ ദിവസമായിട്ട് വിചാരിക്കണം അച്ചാറിടണമെന്ന്. പിന്നെ എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാൻ അച്ചാറിടാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്ന് കംപ്ലീറ്റ് ആകുമെന്ന് അറിയത്തില്ല. മാക്സിമം ഇന്ന് തന്നെ ഇട്ട് വെക്കാൻ നോക്കും. പിന്നെ മനുഷ്യയും ഓഷോയും സഹകരിക്കുകയാണെങ്കിൽ മാത്രം കംപ്ലീറ്റ് ചെയ്യും. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് കണ്ടപ്പോഴത്തേക്കും മനുഷ്യ ഇടയ്ക്കൂടെ വന്നിട്ട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക്. നാരങ്ങ ശരിക്കും പറഞ്ഞാൽ പഴുക്കാൻ വേണ്ടിയാണ് ഇത്രയും ദിവസം വെച്ചിരുന്നത്. പക്ഷേ വെച്ചിരിക്കും തോറും അതിനൊരു കളർ ചേഞ്ചും ഒരെണ്ണം ചെറുതായിട്ട് ചീത്തയാക്കുകയും ചെയ്തു. പിന്നെ ഇനി വെക്കുന്ന റിസ്ക് ആണെന്ന് തോന്നിയത് കൊണ്ട് ഇന്ന് എടുത്ത് കുക്കർ ബിരിയാണി ആയിരുന്നു രാവിലെ. ഇനി കുക്കർ അച്ചാറാണ് വെക്കാൻ പോകുന്നത്. കുക്കർ അച്ചാർ എൻ്റെ ചിറ്റ പറഞ്ഞു തന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. എനിക്കറിയത്തില്ലായിരുന്നു അങ്ങനെ. എനിക്ക് പാചകം അങ്ങനെ വലിയ ഇതൊന്നും ഇല്ലായിരുന്നു, ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു, ഒരു ഫീഡായിരുന്നു. അപ്പോൾ കല്യാണത്തിനൊക്കെ മുമ്പ് ചിറ്റ ഇങ്ങനെ ഇത് പറഞ്ഞു തന്നെയാണ്. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നത്. അച്ചാറിടുന്നത് ആദ്യമായിട്ടാണ്. മാങ്ങ ഞാൻ മിക്കപ്പോഴും ഇടാറുണ്ട്, നാരങ്ങ പക്ഷേ ഞാൻ ഇട്ടിട്ടില്ല ഇതുവരെ. മനുഷ്യ അതുപോലെ മനുഷ്യരുടെ ഡൗട്ടുകളായിട്ട് വന്നിട്ടുണ്ട് അച്ചാർ എങ്ങനെ ഇടുന്നത്. ഈ ഡൗട്ടുകളൊക്കെ ഇങ്ങനെ ചില സമയത്ത് ഓരോന്നൊക്കെ ചോദിക്കുന്ന വെക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇതൊക്കെ എവിടെ നിന്ന് വരുന്നതെന്ന് ചോദിക്കും. ഇടയ്ക്ക് ഞാൻ ചോദിക്കാറുണ്ട് ഇതൊക്കെ എവിടെ നിന്ന് വരുന്നതെന്ന്. അപ്പോൾ അതൊക്കെ തനിയെ വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ രണ്ടുപേരും കൂടെ എന്തൊക്കെയോ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. വീണ്ടും നല്ല പച്ച നാരങ്ങ ആയതുകൊണ്ട് അത്യാവശ്യം ഉപ്പും കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ അച്ചാറിട്ടത്. ഈന്തപ്പഴം വാങ്ങിച്ചിട്ടുള്ളതെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ ചീത്തയായി തുടങ്ങിയത് കൊണ്ടാണ് ഞാൻ ഈന്തപ്പഴത്തിൻ്റെ കാര്യം കടയിൽ പോയി മറന്നും പോയി. അപ്പോൾ ഇനി അത് വാങ്ങിക്കുന്ന വരെ വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ക്ഷമയും അതിലില്ലാത്തത് കൊണ്ട് ഞാനങ്ങ് ഇങ്ങനെ തന്നെ പ്രൊസീഡ് ചെയ്യുകയാണ്. അപ്പോൾ രാത്രിയിലത്തേക്ക് ചോറും കറിയൊക്കെ റെഡിയായി. അപ്പോൾ അച്ഛൻ ഉറക്കം കഴിഞ്ഞ് എണീച്ചിരിപ്പുണ്ട്. രണ്ടുപേരും കൂടെ അച്ഛനെ കാര്യമായിട്ട് തന്നെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ചായയൊക്കെ ഇട്ടുകൊണ്ട് കൊടുത്തു. പിന്നെ അവരുടേതായിട്ടുള്ളൊരു ടൈം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശേഷം ഞാൻ വീഡിയോ എടുക്കാൻ സത്യം മറന്നുപോയി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ചേട്ടൻ പോയി കഴിഞ്ഞപ്പം ഇവരെ ഉറക്കി ഞാൻ ഉറങ്ങി. അതുപോലെ അടുത്ത ദിവസം അതേ സമയത്ത് നമ്മൾ എണീറ്റാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വർക്കില്ലാത്തൊരു ഹോളിഡേ ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡ്രസ്സ് കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ കുളിച്ചിട്ടില്ലാണ്, ഡ്രസ്സ് മാറിയിട്ടില്ലെന്ന്. പക്ഷേ അതല്ല ഗെയ്സ്, ഞാൻ ശരിക്കും പറഞ്ഞാൽ പെട്ടുപോയതാണ്. എൻ്റെ മെഡലി ഒന്ന് നോക്കിയായിരുന്നു. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുകളാണ് നിങ്ങളെൻ്റെ മുഖത്തെ എക്സ്പ്രഷനിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ വേറെ ഡ്രസ്സൊന്നും കയറ്റാൻ പറ്റാത്തത് കൊണ്ട് ഞാനൊരു കൈക്കിട്ടിയൊരു ഷർട്ട് എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റു. ഒരു 6 മണിയായപ്പോഴാണ് എണീറ്റത്. ഒരു 6:45 ഒക്കെ ആകുമ്പോൾ ചേട്ടൻ വർക്ക് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം. അത് കഴിച്ചിട്ട് വേണം കുളിക്കുവാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പേ ഞാനൊന്ന് ഫ്രഷ് ആകണം. ഞാൻ എൻ്റെ ഡെയിലി റൊട്ടീനൊക്കെ കഴിഞ്ഞ് കിച്ചണിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു 6:15 ആകാറായിട്ടുണ്ട്. നമുക്ക് ഒന്നേന്നും തുടങ്ങണമില്ല. അപ്പോൾ
അപ്പോൾ ആദ്യം നമുക്ക് ദോശമാവിൽ നിന്ന് തന്നെ തുടങ്ങാം. ദോശ ബാറ്റർ നമ്മൾ ഇത് വാങ്ങിച്ചതാണ്. വേറൊന്നുമല്ല, സമയമില്ലാത്ത ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ ഇപ്പോൾ എനിക്ക് പെടലി കുളിക്കിരിക്കുന്നതുകൊണ്ടാണ് നേരത്തെ ഒരു ദോശ ബാറ്റർ വാങ്ങിച്ച് വെച്ചിരുന്നത്. കുറച്ചുള്ള എടുത്ത് അത് രാവിലെ ചേട്ടന് അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ബാക്കി മക്കൾക്ക് എനിക്കും വേറെയാണ് ഫുഡ്. അപ്പോൾ ചേട്ടന് വേണ്ടി ദോശ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിന് മുമ്പ് ഞാൻ ആദ്യം വെള്ളം വെച്ചു. പിന്നെ ചായക്ക് വേണ്ടിയുള്ള പാലൊക്കെ എടുത്ത് പുറത്ത് വെച്ചു. ചായക്ക് വേണ്ടിയുള്ള പാലും ദോശ ബാറ്റർ ഇതുപോലെ പണ്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഉപയോഗം കഴിയുമ്പോഴത്തേക്ക് അത് ഞാൻ പിന്നെ പാൽ വെക്കുന്നൊരു പാത്രമാക്കി. റീസൈക്ലിങ്ങും റീയൂസും പണ്ടേ എനിക്കൊരു വീക്ക്നെസ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ പല സാധനങ്ങളും ഇങ്ങനെ കണ്ടെന്നിരിക്കുന്നതൊന്നും കാര്യമാക്കണ്ട. അപ്പോൾ അന്ന് നമുക്ക് അച്ചാർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് എനിക്ക് സമയമുള്ളതുകൊണ്ടും ചേട്ടൻ വരുന്നവരെ ഇനിയും സമയമുള്ളതുകൊണ്ടും ഞാൻ വിചാരിച്ചു അച്ചാറിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് പയ്യെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ചേട്ടൻ വരുന്ന സമയത്ത് എന്തായാലും വിളിക്കും, ബസ് സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങുന്ന സമയത്ത് വിളിക്കും. ആ സമയത്തായിരിക്കും ഞാൻ ഫുഡിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 6:40 ആകുമ്പോഴത്തേക്കും ചേട്ടൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പയ്യെ ദോശ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. വന്ന ഉടനെ ബ്രഷ് ചെയ്ത് കഴിച്ചിട്ട് കുറച്ച് നേരം കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ അന്നത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചൊക്കെ ഇരിക്കും, നാട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കും. അതിന് ശേഷമായിരിക്കും പിന്നെ ഒരു ട്രിപ്പ് കൂടെ ഉറക്കമുണ്ട്. ഉറക്കം എന്ന് പറഞ്ഞാൽ മക്കൾ എണീക്കുന്നവരെ ഞാൻ ചിലപ്പോൾ കിടക്കും, ചിലപ്പോൾ കിടക്കത്തില്ല. അപ്പോൾ കിടക്കുവാണെങ്കിൽ ഒരു 8:30 അല്ലെങ്കിൽ 8:45 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നോർമലി എണീക്കും. കാരണം അപ്പോഴത്തേക്കും ഇവരെണീറ്റ് വിളി തുടങ്ങും. അങ്ങനെ എണീക്കുന്നതാണ്. ഇല്ലെങ്കിൽ ഞാനൊരു എന്തെങ്കിലും സിനിമയോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കാരണം വീക്കെൻഡ്സിലായിരിക്കും നമ്മൾ കൂടുതലും ഈ വെളുത്തുള്ളിയൊക്കെ തീർന്ന് കഴിഞ്ഞ സാധനം തൊലിയൊക്കെ കളഞ്ഞിട്ട് റീസ്റ്റോക്ക് ചെയ്യുന്നത് ഞാൻ ആ സമയങ്ങളിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പച്ചമുളകൊക്കെ ക്ലീൻ ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ വീക്ക് ഡേയ്സിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കും. അപ്പോൾ ഈ ഗ്യാപ്പിൽ എനിക്ക് അച്ചാർ ഇടാനുള്ളതും പിന്നെ അല്ലാതെ വെളുത്തുള്ളിയൊക്കെ സ്റ്റോക്ക് ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങളും നോക്കുന്നുണ്ട് ഇതിന് പാരലായിട്ട്. അപ്പോൾ ദോശ റെഡി, ചായ റെഡി. ഇനി ആൾ വന്ന് കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ദോശയുടെ കൂടെ ഇന്ന് ഞാൻ തേങ്ങ ചട്നിയാണ് സെറ്റാക്കിയിട്ടുള്ളത്. അതാണ് കൂടുതലിഷ്ടം. അപ്പോൾ അത് ആളെത്തിയിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഉറക്കെ തുറന്നു കൊടുക്കാം. വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു 7 മണിയൊക്കെ ആയപ്പോൾ പയ്യെ കിടക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. അപ്പോൾ ഇന്ന് നാട്ടിൽ 11-ാം തീയതിയാണ്, ഓഗസ്റ്റ് 11 ഇന്നത്തെ ഡേറ്റ്. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അതിന് വേണ്ടി അവിടെ ചെറിയൊരു സർപ്രൈസും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോയും കൂടെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് 30th വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ 2 പേരും എണീറ്റിട്ടുണ്ട്. എണീറ്റ് രാവിലെ തന്നെ കലാപരിപാടികളെല്ലാം പയ്യെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് വീട് വെക്കുന്നതെന്നാണ് പറയുന്നത്. വീടൊക്കെ വെച്ചിട്ട് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പയ്യെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ തുടങ്ങി. പിന്നെ ഉച്ചക്കത്തേക്ക് ഉള്ള ചോറും കാര്യങ്ങളുമൊക്കെ ഒരു 11-11:30 ആയപ്പോൾ എല്ലാം സെറ്റായി. പിന്നെ ആയി കഴിയുമ്പോൾ ഞാൻ ചേട്ടനെ വിളിച്ച് എല്ലാവരും കൂടെയാണ് കഴിച്ചത്. പുളിശ്ശേരി ഉണ്ടായിരുന്നു, പിന്നെ ചൂര നമുക്കിവിടെ ഈ ടിൻ ഫുഡായിട്ട് കിട്ടും. അപ്പോൾ അത് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വഴുതനങ്ങ കറിയോ മെഴുക്കുവരട്ടിയോ ഒന്നും ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ അത് ഫ്രൈ ചെയ്തു. അതിനുശേഷം വൈകുന്നേരം ഒരു
ഞങ്ങളുടെ ഒരു ഫാമിലി ടൈമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കലാപരിപാടി. അപ്പോൾ ഓഷോയ്ക്ക് ഞാൻ ഡ്രസ്സിട്ട് കൊടുക്കുകയാണ്. വൈകിട്ട് അവന് ഉറക്കം കഴിഞ്ഞപ്പോഴത്തേക്കും ഡ്രസ്സൊക്കെ മാറി എന്ന് ചെറുതായിട്ട് രണ്ടുപേരും ദേഹമൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഡ്രസ്സൊക്കെ മാറുമായിരുന്നു. ഇപ്പോൾ വൈകിട്ടത്തെ വീഡിയോ എടുക്കാനായിട്ട് നമുക്ക് കുറച്ച് ഒരു ഇഡ്ഡലി ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കപ്പ ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. നാളത്തേക്ക് ഞാൻ നാളത്തേക്ക് ഉള്ള കറിയാണ് വെച്ചത്. കുറച്ച് ചെമ്മീൻ ഇരിപ്പുണ്ടായിരുന്നു, മുരിങ്ങയ്ക്കയും ഉണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതാണ് വെച്ചേക്കുന്നത് നാളത്തേക്ക്. പിന്നെ കുറച്ച് കപ്പ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ വിചാരിക്കുന്നത് നാളെ വൈകിട്ട് ഞാൻ തന്നെ കഴിക്കേണ്ടി വരും മിക്കവാറും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വർക്കിംഗ് ഡേയും വർക്കില്ലാത്ത ഡേയും തമ്മിലുള്ള വ്യത്യാസം. ഒരു ചെറിയ വീഡിയോ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഉറങ്ങാൻ പോവാണ്. ടാറ്റാ ബൈ ബൈ.